ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നേരത്തെ തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ തലേദിവസം ഞാൻ ഗ്രീൻ പീസ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് വെജിറ്റബിളൊന്നും ചേർത്തിട്ടില്ല, പച്ചമുളക് മാത്രം ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വേഗം അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചാരം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചാരം വാരിയെടുക്കുകയാണ്. ചാരം വാരി കത്തിക്കുകയാണെങ്കിൽ ഒരുപാട് പുകയൊന്നും വരില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് തീ കത്തി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി അത് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കനലൊന്നുമില്ല, എന്നാലും പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഷബാസ് മോന് വന്നിട്ടുണ്ട്. ഓന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറുക കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും വേഗം തീയൊക്കെ കത്തിച്ച് പരിപാടികളൊക്കെ നോക്കട്ടെ. പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തീ കത്തിക്കുന്ന ഫുള്ളായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ബ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ തീയാൻ കത്തിച്ചെടുക്കുക കേട്ടോ. ചകിരിപ്പൊളിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കത്തി കിട്ടുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ കഴിഞ്ഞ് വലിയ ചുള്ളലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് വേഗം പെട്ടെന്ന് തന്നെ ചിരട്ടയൊക്കെ വെച്ച് അങ്ങ് കത്തിച്ചെടുക്കട്ടെ. അപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങ് വേഗം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ അരിയുന്ന സമയമാകുമ്പോഴത്തേന് ഏകദേശം ചോറാവും. അങ്ങനെ പെട്ടെന്ന് വേഗം അടുപ്പിൽ തന്നെ അങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഗ്യാസിൽ തന്നെ മുഴുവനും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പെട്ടെന്ന് ആവുകയില്ല, ആകെ വൃത്തികേടായി. പിന്നെ ഗ്യാസ് കഴുകാനും വേണം ഏകദേശം അടുപ്പ് കഴുകാൻ ഏകദേശം 1 മണിക്കൂറോളം വേണം കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യണം. അപ്പോൾ എനിക്ക് അടുപ്പിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം. തലേദിവസം ഞാൻ പച്ചരി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ 1 മണിക്കൂറിൽ തയ്യാറാക്കിയെടുക്കുന്ന വെള്ളപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് പച്ചരി കഴുകി മിക്സിന് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ചോറും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും പാകത്തിന് ഉപ്പും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ അളവിൽ. പിന്നെ സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു പരുവത്തിലല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളമാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂട് ഉള്ള സ്ഥലത്ത് വെക്കണം. ഇപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചതുകൊണ്ട് അടുപ്പിൻ്റെ സൈഡിലായിട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് വലിയ പാത്രത്തിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലിറക്കി കൊടുത്താലും മതി. ഞാൻ മുരിങ്ങയില ഷാഫ്ഖാനെ കൊണ്ട് പറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഉപ്പേരി വെക്കണം. മുരിങ്ങയിലയും അതുപോലെ മുട്ടയൊക്കെ വെച്ച് ഉപ്പേരി വെക്കുകയാണ് ഇവർക്ക് നല്ല ഇഷ്ടമാണ്. ഷാഫ്ഖാക്ക് ചോറിന് കൊണ്ടുപോകാനും കൊടുക്കാമല്ലോ. അപ്പോൾ വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും ചെറിയൊരു സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങയില കഴുകി ഊരിയതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് 3 എഗ്ഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉപ്പേരി തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുക്കിംഗ് ചാനലിൽ നദിറ ഷാഫി എന്ന് അടിച്ചാൽ കിട്ടും. അടുക്കള രുചി ബൈ നദിറ ഷാഫി എന്നാണ് പേര് ചാനലിൻ്റെ. അതിൽ റീൽസായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് തന്നെ കുറുമക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെജിറ്റബിളൊക്കെ ഇട്ട് നന്നായി വേവിച്ച് തേങ്ങയൊക്കെ അരച്ച് കൂട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തതല്ല, തേങ്ങ അരച്ച് കൂട്ടിയതാണ്. അപ്പോൾ ഇത് വറവ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും കറിവേപ്പിലിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ചോറായിട്ടുണ്ട്, ചോറ് വാർത്ത് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വരട്ടിയെടുക്കണം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. ലഞ്ച് ബോക്സിലേക്കൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ചമ്മന്തിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മാവ് നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് നന്നായി പൊന്തി കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് ചുട്ട് കൊടുക്കാം. നമുക്ക് ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉപ്പൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. കല്ല് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം, ചുറ്റിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ തലേദിവസം അരി വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഇന്ന് വെള്ളപ്പം തയ്യാറാക്കാമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതുപോലെ ഓവർ പുളിയൊന്നും ഇഷ്ടമല്ലാത്തവർക്കും ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഷാഫ്ക്കാക്കുള്ള ചോറും ആക്കുകയാണ് കേട്ടോ. തക്കാളി വരട്ടിയതും ഉപ്പേരിയും ആക്കിയിട്ടുണ്ട്. പിന്നെ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചത് കൊണ്ട് തന്നെ ഞാൻ വേറെ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലും പൊരിക്കുകയോ എന്തെങ്കിലും ആക്കി കൊടുക്കലുണ്ട്. അപ്പോൾ പിന്നെ ഒഴിച്ച് കറിയൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെയാണ് കൊണ്ടുപോവുക. വെള്ളപ്പൊക്കെ ചുട്ടിട്ട് ഇതേപോലെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല കേട്ടോ. എല്ലാവരും ചായ കൂടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വെള്ളപ്പം ഞാൻ പാത്രത്തിലിട്ട് വെക്കുമ്പോൾ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ ആയത്. അപ്പോൾ ഇതാ നമ്മളെ ലാസ്റ്റ് വെള്ളപ്പങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം ആയിരിക്കും ചിലവാകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്